ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എർത്തിൻ്റെ സർഫസ്. സോ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ എന്തൊക്കെയുണ്ട്? ലാൻഡ് ഉണ്ട്. നമുക്ക് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറും ബ്രൗൺ കളറും കാണുന്നില്ലേ, അതാണ് നമ്മുടെ ലാൻഡ്. പിന്നെ നമുക്ക് വാട്ടർ ഏരിയ ഉണ്ട് അല്ലേ, വാട്ടർ ഉള്ളതുകൊണ്ട് എർത്തിൻ്റെ സർഫസിൽ നമുക്ക് വാട്ടറും ഉണ്ട് ലാൻഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ലാൻഡാണ്. ദ ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് ആർ കോൾഡ് കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ കോണ്ടിനെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദ ലാർജ് LARGE LARGE ഏരിയാസ് ARE, അറിയാലോ, ARE, പിന്നെ ASും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഏരിയാസ് ഓഫ് ലാൻഡ് ആർ കോൾഡ് കോണ്ടിനെൻറ്റ്സ്. കോണ്ടിനെൻറ്റ്സ് സ്പെല്ലിംഗ് നോക്കിയാൽ CON കോൺ ടി, പിന്നെ ടിന്ന് CON കോൺ, ടിൻ TIN ടിൻ, പിന്നെ ENTS. നമ്മൾ ടെൻസ് നേരത്തെ പഠിച്ചില്ലായിരുന്നു, TENTS നമ്മൾ പഠിച്ചില്ലായിരുന്നു. അതേപോലെ ഇപ്പം നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? കോണ്ടിനെൻറ്റ്സ് പഠിക്കുന്നത് CON, പിന്നെ ടിന് TIN, പിന്നെ നമ്മൾ നേരത്തെ ടെൻത്ത് എന്ന് പറഞ്ഞാൽ TENTS പഠിച്ചില്ലേ, അത് T വെട്ടണം, എന്നിട്ട് ബാക്കിയെല്ലാം അവിടെ കൊണ്ടുവരണം. അപ്പോൾ ENTS. അപ്പോൾ കോണ്ടിനെൻറ്റ്സ് ആയി, കോണ്ടിനെൻറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വാട്ടർ ഏരിയ ഇല്ലേ, ഈ വാട്ടർ ഏരിയനെ പറയുന്നതാണ് ഓഷ്യൻസ്. അപ്പോൾ ഓഷ്യൻസ് എന്താണ്? ദ ലാർജ് ഏരിയാസ് ഓൺ ദ എർത്ത് സർഫസ്. അങ്ങനെ ഇരുന്നാൽ ദ ലാർജ് ഏരിയാസ് ഓൺ ദി എർത്ത് സർഫസ് കവേർഡ് ബൈ വാട്ടറാണ് നമ്മുടെ ഓഷ്യൻസ്. ഓഷ്യൻസിൻ്റെ സ്പെല്ലിംഗ് തെറ്റിക്കല്ലേ. നമ്മുടെ ആൻസർ നമ്മളെപ്പോൾ എഴുതത്തില്ലേ, ആൻസർ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ANS എന്നല്ലേ ആൻസർ എഴുതുന്നത്, ANS അല്ലേ ആൻസർ എഴുതുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ OC എന്നിട്ടാൽ മതി. നമ്മുടെ ഐസ് എങ്ങനെ എഴുതുന്നത്? ICE അല്ലേ, അതിന് പകരം I മാറ്റിയിട്ട് O ആക്കി. ഓക്കെ, OCE. പിന്നെ ആൻസറിൻ്റെ ANS. അപ്പോൾ നമുക്ക് ഓഷ്യൻസ് കിട്ടി. ഓക്കെ, പഠിച്ചോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓഷ്യൻസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള അപ്പം 2 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ച്. അപ്പോൾ അത് പഠിച്ചത് ഏതൊക്കെയാണ്? അപ്പോൾ പഠിച്ചത് നമ്മളിപ്പോൾ പഠിച്ചത് ലാൻഡ്, ദ ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് ആർ കോൾഡ് കോണ്ടിനെൻറ്റ്സ്, CONTINENTS കോണ്ടിനെൻറ്റ്സ്. പിന്നെ ദ ലാർജ് ഏരിയാസ് ഓൺ ദി എർത്ത് സർഫസ് കവേർഡ് ബൈ വാട്ടർ ആർ കോൾഡ് ഓഷ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കോണ്ടിനെൻറ്റ്സ് ഉണ്ട്? 7 കോണ്ടിനെൻറ്റ്സ് ഉണ്ട് കേട്ടോ. 7 കോണ്ടിനെൻറ്റ്സ്. ദ ലാർജ് ഏരിയാസ് ഓഫ് ദ ലാൻഡ് ആർ കോൾഡ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ദർ ആർ 7 കോണ്ടിനെൻറ്റ്സ്. ഏതൊക്കെയാണ് കോണ്ടിനെൻറ്റ്സിൻ്റെ പേര്? ഏഷ്യയുടെ സ്പെല്ലിംഗ് അറിയാലോ, AS, പിന്നെ IA, ഏഷ്യ. ആഫ്രിക്ക, AFRICA, ആഫ്രിക്ക, AFRICA, ആഫ്രിക്ക. പിന്നെ നമുക്ക് നോർത്തിൻ്റെ സൗത്തിൻ്റെ സ്പെല്ലിംഗ് അറിയാമല്ലോ, NORTH, നോർത്ത്, SOUTH, സൗത്ത്. അപ്പോൾ അമേരിക്ക നമ്മൾ നേരത്തെ ഇന്നലെ പഠിച്ചായിരുന്നു, AM അമേ. അപ്പോൾ AME. നമ്മൾ ആദ്യം A ഇട്ട് പിന്നെ നമ്മൾ മീയുടെ സ്പെല്ലിംഗ് എഴുതി MEA. പിന്നെ റൈസിൻ്റെ സ്പെല്ലിംഗ് എന്താ? RICE അല്ലേ, അതിന് പകരം RICA ഇട്ട്. അപ്പം നമുക്ക് കിട്ടിയത് A നമ്മൾ എഴുതി, പിന്നെ മീയുടെ ME എഴുതി, പിന്നെ റൈസിൻ്റെ RICE വെട്ടിയിട്ട് നമ്മൾ A എഴുതി. അപ്പോൾ അമേരിക്ക, മേ MERICA, അമേരിക്ക. തെറ്റിക്കല, MERICA, അമേരിക്ക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്പാണ്. ഇപ്പോൾ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ റോപ്പിൻ്റെ സ്പെല്ലിംഗ് നമുക്കറിയാമല്ലോ. റോപ്പിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെ എഴുതുന്നത്? ROPE അല്ല, റോപ്പ്, ROPE. ഫ്രണ്ടിൽ ഇയും U ഇടണം, മറക്കല്ലേ, ഇയും U ഇടണം, എന്നാലേ യൂറോപ്പ് ആവത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ യു എഴുതാം, ROPE എഴുതാമല്ലോ ഫ്രണ്ടിൽ, പക്ഷേ എഴുതാൻ മറക്കില്ല, യൂറോപ്പ്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയ അതൊരിക്കൽ കൂടി എഴുതി പഠിക്കണം നിങ്ങൾ. 2 ടൈംസ് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ ഓസ്ട്രേലിയ എങ്ങനെ എഴുതുന്നത്? AUS, TRA. നമ്മൾ ഓഗസ്റ്റ് ആണ് പഠിച്ചത്, AUGUST ആണ് നമ്മൾ ഓഗസ്റ്റ് പഠിച്ചത് അല്ലേ.
അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ജിയും യുവും വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ബാക്കി AUST എഴുതാൻ പറ്റും. ജിയും യുവും വെട്ടിക്കളയണം. അപ്പോൾ AUST വരികയും അത് കഴിഞ്ഞിട്ട് RA ഓസ്ട്രേലിയ LIA AUST RALIA ഓസ്ട്രേലിയ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അന്റാർട്ടിക്ക അപ്പോൾ എങ്ങനെ എഴുതുന്നത്? എഴുതുന്നത് AN TAR. പിന്നെ നമ്മൾ C എഴുതണം, അന്റാർക്കാണ്. അപ്പോൾ ANTRAC ടിക്ക TICA ANTARCTIA. അന്റാർട്ടിക്ക ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. ഏറ്റവും കൂൾഡ് ഏരിയ ആയിട്ടുള്ള കോണ്ടിനെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്റാർട്ടിക്കയാണ് എഴുതുന്നത്. ഏറ്റവും കൂൾഡ് ഏരിയ ആയിട്ടുള്ള ഓഷ്യൻ കോണ്ടിനെൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്റാർട്ടിക്കയാണ് എഴുതേണ്ടത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പഠിക്കാനുള്ളത് ഏതാ? 5 ഓഷ്യൻസ് ആണ്. അപ്പോൾ 5 ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ ദ ലാർജ് ഏരിയാസ് ഓൺ ദി എർത്ത് സർഫസ് കവേർഡ് ബൈ വാട്ടർ ആർ നോൺ ആസ് ഓഷ്യൻസ്. നമ്മൾ പഠിച്ചില്ലേ? ദ ലാർജ് ഏരിയാസ് ഓൺ ദി എർത്ത് സർഫസ് കവേർഡ് ബൈ വാട്ടർ ആർ നോൺ ആസ് ഓഷ്യൻസ്. അപ്പോൾ എത്ര ഓഷ്യൻസ് ഉണ്ട്? 5 ഓഷ്യൻസ് ഉണ്ട്. ദർ ആർ 5 ഓഷ്യൻസ്. അതിൽ പസഫിക് ഓഷ്യൻ, സ്പെല്ലിംഗ് തെറ്റിക്കരുത്. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PA PACCI FIC FIC PACCI FIC FIC പസഫിക് ഓഷ്യൻ. അതെന്ത് ഓഷ്യനാണ്? ഏറ്റവും ലാർജസ്റ്റ് ഓഷ്യനാണ്. നമ്മുടെ പസഫിക് ഓഷ്യൻ. പിന്നെ നമുക്കുള്ളത് അറ്റ്ലാന്റിക് ഓഷ്യൻ. സ്പെല്ലിംഗ് പഠിക്കേണ്ട. 5 ഓഷ്യൻസ് ഉണ്ട്. പസഫിക് ഓഷ്യനാണ് നമ്മൾ പഠിക്കാനുള്ളത്. പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, സദേൺ ഓഷ്യൻ. അതിൽ ഇന്ത്യൻ ഓഷ്യൻ ഇല്ലേ? ഇന്ത്യൻ ഓഷ്യനാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യ കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ ഇരിക്കുന്നത് കേട്ടോ. ആ ഇന്ത്യയിൽ ഇന്ത്യയുടെ ചുറ്റുമുള്ള ഈ വാട്ടർ ഉണ്ടല്ലോ, അത് ഏത് ഓഷ്യനാണെന്നറിയാമോ? അതാണ് ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യയുടെ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാമല്ലോ, INDIA. അപ്പോൾ ഇന്ത്യയുടെ കൂടെ എന്നും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ. പിന്നെ നമുക്കുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇതായിരുന്നു നമ്മുടെ ഏർത്തിൽ കുറേ ലാൻഡ് ഉണ്ടല്ലോ. ഈ ലാൻഡ് ആണെങ്കിൽ ഒരേ ഷേപ്പിലല്ല. ലാൻഡിനാണെങ്കിൽ പല ഷേപ്പുണ്ട്, പല സൈസുണ്ട്. അപ്പോൾ കട പല ഷേപ്പുണ്ട്, പല സൈസുണ്ട്. അപ്പോൾ ഷേപ്പും സൈസിനനുസരിച്ച് നമുക്ക് പല സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതിനെ പറയുന്നതാണ് ദ ലാൻഡ് ഓഫ് ദി എർത്ത് സർഫസ് ഹാസ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് ഫോംസ്. ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫോമും ഉണ്ട്. പല രീതിയിലിരിക്കുന്നത്. ചിലപ്പോൾ ഫ്ലാറ്റായിട്ടിരിക്കും, ഇങ്ങനെ ചപ്പി ഇങ്ങനെ ഇരിക്കും കട, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലാൻഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ ഹിൽസ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ലാൻഡുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ലാൻഡിനെല്ലാം പറയുന്നതാണ് ലാൻഡ് ഫോംസ് എന്ന്. LAND ലാൻഡ്, FORM ലാൻഡ് ഫോംസ്. ലാൻഡ് ഫോംസ് എങ്ങനെ എഴുതുന്നത്? ലാൻഡിൻ്റെ സ്പെല്ലിംഗ് അറിയാം, LAND അറിയാം. പിന്നെ അറിയാം, FOR. പിന്നെ ലാൻഡ് ഫോംസിന് എഴുതാൻ വേണ്ടി MSും കൂടി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ലാൻഡ് ഫോംസ് കിട്ടും. ഓക്കെ. സോ അതാണ് നമ്മുടെ ലാൻഡ് ഫോംസ്. The land of the earth's surface has different shapes and forms. The natural features of the earth's surface are called landforms. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് വാട്ട് ആർ ലാൻഡ് ഫോംസ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. നാച്ചുറൽ എന്ന് വെച്ചാൽ നേച്ചറിലുള്ളത്. ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, കണ്ണും മൂക്ക് ചെവി എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഫീച്ചേഴ്സാണ്. അതേപോലെ എർത്തിനും ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ മൗണ്ടൻ ഉണ്ട്, പ്ലാറ്റോ ഉണ്ട്, വാലി ഉണ്ട്, പ്ലെയിൻ ഉണ്ട്, കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്. അങ്ങനെ എർത്തിനും പല പല ഷേപ്പും സൈസസൊക്കെ ഉള്ള സാധനം. അതിനാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ നാച്ചുറൽ ഫീച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫസ് ആർ കോൾഡ് ലാൻഡ് ഫോംസ്. അപ്പോൾ നമുക്ക് നേച്ചറിൻ്റെ സ്പെല്ലിംഗ് അറിയാമല്ലോ. നേച്ചറിൻ്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? NATUREL നിങ്ങൾ എഴുതിയ അതിന് പകരം AL ഇടും. നാച്ചുറൽ, NAT NATU, നാച്ചുറൽ RAL NATURAL നാച്ചുറൽ. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫീച്ചേഴ്സ് വഴി നോക്കിയാൽ FEATURES. അതെങ്ങനെ എഴുതുന്നത്? നമ്മൾ പണ്ട് ഫെദേഴ്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഫെദേഴ്സ് എങ്ങനെ പഠിച്ചത്? FEATHERS നമ്മൾ ഫെദേഴ്സ് പറഞ്ഞത്. അപ്പോൾ FEAT വരെ നമ്മൾ എഴുതണം. പിന്നെ URES അതാണ് ഫീച്ചേഴ്സിൻ്റെ സ്പെല്ലിംഗ്. FEATURES ഫീച്ചേഴ്സ്. ഓക്കെ. സോ ദ നാച്ചുറൽ ഫീച്ചേഴ്സ് ഓൺ ദി
the natural features on the earth's surface are called landforms. കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് മൗണ്ടൻ? അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മൗണ്ടൻ ചോദിക്കും, ഡിഫറൻസ് ആൻഡ് പീക്ക് ചോദിക്കും. മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ഏരിയ ഓൺ ദ എർത്താണ്. നമ്മുടെ എർത്ത് ഇതല്ലേ നമ്മുടെ എർത്തിൽ ഇങ്ങനെ പൊങ്ങിയതും താഴ്ന്നതായ സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും പൊങ്ങിയ സ്ഥലത്തിനാണ് നമ്മൾ മൗണ്ടൻ എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് ഏരിയാസ് ഓൺ ദി എർത്ത് ഇസ് കോൾഡ് ദി മൗണ്ടൻസ്. അപ്പോൾ ഹയസ്റ്റിന് ഏതാ സ്പെല്ലിംഗ് മറക്കുവാണെങ്കിൽ ദി ഹൈ ഏരിയാസിന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഹൈ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ HIGH, തെറ്റിക്കല്ലേ, HIGH. നൈറ്റിൻ്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? NIGHT അല്ലേ നൈറ്റ്. അതിൽ T എഴുതണ്ട, എന്നിന് പകരം H ഇട്ടാൽ മതി. അപ്പോൾ HIGH എഴുതിയാൽ നമുക്ക് ഹൈ എന്ന് കിട്ടും. ദ ഹൈ ഏരിയാസ് ഓൺ ദ എർത്ത് സർഫസ് ആർ കോൾഡ് മൗണ്ടൻസ് എന്ന് എഴുതിയാൽ മതി. ദ ഹൈ ഏരിയാസ് ഓൺ ദി എർത്ത് ആർ കോൾഡ് ദി മൗണ്ടൻസ്. അണ്ട് ഞാൻ എന്താ പറഞ്ഞു? പീക്ക് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷൻ ഇല്ലേ, മൗണ്ടൻ്റെ ഏറ്റവും മുകളിലത്തെ ഈ ഒരു ഇതിനെയാണ് നമ്മൾ പീക്ക് എന്ന് പറയുന്നത്. മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പ് സ്ഥലം അതിനെയാണ് പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ഈസ് കോൾഡ് പീക്ക്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മൗണ്ടൻ ആൻഡ് പീക്ക് എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നുണ്ട്? ദ ഹൈ ഏരിയാസ് ഓൺ ദി എർത്ത് ആർ കോൾഡ് മൗണ്ടൻസ്, പിന്നെ ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ ഈസ് കോൾഡ് ദ പീക്ക്. ഓക്കെ. ഇനി അടുത്തത് ഹില്ലെന്ന് പറഞ്ഞാൽ ഇതേപോലെ പൊക്കമുള്ള ഏരിയ തന്നെയാണ്, ഹൈ ഏരിയാസ് തന്നെയാണ്. കാരണം ഹൈ ഏരിയാസ് തന്നെയാണ്, പക്ഷേ മൗണ്ടൻ്റെ അത്ര ഹൈറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഏതും ഹൈ ഏരിയാസ് ഓഫ് ലാൻഡ് വിച്ച് ആർ നോട്ട് ആസ് ഹൈ ആസ് മൗണ്ടൻസ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് സ്മോളർ ദാൻ മൗണ്ടൻസ് എഴുതാം. ദി ഹൈ ഏരിയാസ് ഓഫ് ലാൻഡ്, ദി ഹൈ ലാൻഡ് ഏരിയാസ് എഴുതിയാലും കുഴപ്പമില്ല. ദി ഹൈ ഏരിയാസ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ഹൈ ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ സ്മോളർ ദാൻ മൗണ്ടൻസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ എ ലൈൻ ഓർ ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻസ് ആണ്. കുറേ മൗണ്ടൻസ് അടുപ്പിച്ചിരിക്കുന്നതിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻസ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ലൈൻ ഓഫ് മൗണ്ടൻസ് എഴുതിയാൽ മതി. ഗ്രൂപ്പിൻ്റെ സ്പെല്ലിംഗ് GROUP ആണ്. മറന്നു പോവുകയാണെങ്കിൽ ലൈൻസ് എഴുതിയാൽ മതി. എ ലൈൻ ഓഫ് മൗണ്ടൻസ് ഓർ ഹിൽസ് ആർ കോൾഡ് ദി റേഞ്ച്. ലൈൻ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ലൈൻ എഴുതിയാൽ മതി. എ ലൈൻ ഓഫ് മൗണ്ടൻസ് ഓർ ഹിൽസ് ആർ കോൾഡ് റേഞ്ച്. റേഞ്ച് RAN, റാൻ അറിയാം, പിന്നെ GE, അപ്പോൾ റേഞ്ച് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാലിയാണ്. വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വലിയൊരു ഇവിടെ വലിയ ഹൈ ഏരിയ ഉണ്ട്, ഇപ്പുറത്തും ഹൈ ഏരിയ ഉണ്ട്. ആ രണ്ട് ഹൈ ഏരിയ നടുക്കായിട്ട് ഒരു ലോ ഏരിയ കാണും. എന്നുവെച്ചാൽ ഒരു കുഴിഞ്ഞൊരു സ്ഥലം കാണും. LOW ആണ് ലോ എന്ന് പറഞ്ഞാൽ. A low land between two hills or two mountains is called a valley. അപ്പോൾ ഇവിടെ എന്തുണ്ട്? രണ്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നമുക്ക് രണ്ട് മൗണ്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഹിൽസ് ഉണ്ട്. ആ ഹില്ലിന് താഴെയുള്ള ലോ ഏരിയ, ദ ലോ ലാൻഡ് ബിറ്റ്വീൻ ടു ഹിൽസ് ഓർ ടു മൗണ്ടൻസ് ആർ കോൾഡ് എ വാലി. വാലിയുടെ സ്പെല്ലിംഗ് എങ്ങനെ എഴുതുന്നത്? വാലിയുടെ സ്പെല്ലിംഗ് എഴുതുന്നത് VALL. വാളിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെ? WALL അല്ലേ? അതേപോലെ VALL ആൻഡ് EY ഇട്ടാൽ മതി. VALL അതാണ് വാലിയുടെ സ്പെല്ലിംഗ് കേട്ടോ, മറക്കല്ലേ. VALLEY. ഇനി അടുത്തതുള്ളത് പ്ലാറ്റോ ആണ്. പ്ലാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റോ നമ്മൾ രണ്ട് പേരും പറയും. പ്ലാറ്റോ എന്ന് പറയും, ടേബിൾ ലാൻഡ് എന്ന് പറയും. ഇപ്പോൾ ഇത് നമുക്കൊരു ടേബിൾ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലോ ലാൻഡാണ്, ഇത് ഹൈ ലാൻഡാണ്, പൊങ്ങിയ ഭാഗമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഹൈ ലാൻഡ് എന്ന് പറയും. പക്ഷേ ഇത് വലിയ ഏരിയ അല്ലേ, അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ദ ലാർജ് ഏരിയാസ് ഓഫ് ഹൈ ലാൻഡ്. ദ ലാർജ് ഏരിയാസ്, നല്ല വലിയ ഏരിയ ആണിത്, നല്ല വലിയ ഏരിയ ആണ്. അപ്പോൾ ദ ലാർജ് ഏരിയാസ് ഓഫ് ഹൈ ലാൻഡ്, പൊക്കത്തിലിരിക്കുന്നത്. ഇത്രയും പൊക്കത്തിലല്ലാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്? ദ ലാർജ് ഏരിയാസ് ഓഫ് ഹൈ ലാൻഡ് ദാറ്റ് ആർ ഫ്ലാറ്റ് അറ്റ് ദ ടോപ്പ്, ചപ്പിയല്ലിരിക്കുന്നത്, ദാറ്റ് ആർ ഫ്ലാറ്റ് അറ്റ് ദ ടോപ്പ് ആർ കോൾഡ് പ്ലാറ്റൂസ്. ആ പ്ലാറ്റൂസ് എന്നും പറയും, അല്ലെങ്കിൽ ടേബിൾ ലാൻഡ്സ് എന്നും പറയും. ടേബിളിൻ്റെ സ്പെല്ലിംഗ് അറിയാലോ, ടേബിൾ TABLE, ടേബിൾ, ലാൻഡ് LANDS, ടേബിൾ ലാൻഡ്സ്. അല്ലെങ്കിൽ പ്ലാറ്റൂ എന്ന് എഴുതണമെങ്കിൽ പ്ലേറ്റിൻ്റെ സ്പെല്ലിംഗ് അറിയാമോ? PLATE, പിന്നെ യും കൂടി ഇട്ടാൽ മതി. എങ്ങനെ എഴുതുന്നത്? പ്ലേറ്റിൻ്റെ സ്പെല്ലിംഗ് PLATE, AUം കൂടി ഇടണം, എന്നാലേ പ്ലേറ്റ് ആകത്തുള്ളൂ. AU, PLATE, പ്ലേറ്റ്, AU. പ്ലേറ്റിൻ്റെ സ്പെല്ലിംഗ് അറിയാലോ, LATE. ഫ്രണ്ടിൽ P ഇട്ട പ്ലേറ്റ് ആവും, ആൻഡ് AUം കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്ലാറ്റോ ആവും. അതിൻ്റെ പേര് ഒന്നെങ്കിൽ പ്ലാറ്റോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടേബിൾ ലാൻഡ്സ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളൂ പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ ആണ്, നല്ല വലിയ ഏരിയ. പക്ഷേ നമുക്ക് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചപ്പിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ.
ഇങ്ങനെ ഇരിക്കത്തില്ലേ, എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇതിനാണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇരുന്നതിനെ ഫ്ലാറ്റ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ലാൻഡ് ഇങ്ങനെയാണ് ഇരുന്നെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഹിൽസ് ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ മൗണ്ടൻസ് ഉണ്ടെന്ന് പറയും. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന ഏരിയ, നമുക്ക് ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നതാണ് പ്ലെയിൻ ഏരിയ. എന്താ പറയുന്നത്? പ്ലെയിൻ ഏരിയ. പ്ലെയിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? PLAIN. PLA പ്ല. ഓക്കെ, IN. അല്ലെങ്കിൽ പ്ലാൻ്റെ സ്പെല്ലിംഗ് അറിയുമോ? PLAN പ്ലാന്. അപ്പോൾ PLA കഴിഞ്ഞിട്ട് I ഇട്ടാൽ മതി, ഇന്നിന് പോലെ I ഇട്ടാൽ മതി. അപ്പോൾ PLAIN പ്ലെയിൻസ്, പ്ലെയിൻ ഏരിയ. അപ്പോൾ പ്ലെയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലെയിൻസ് ആർ ലാർജ് ഏരിയ. നീ ലാർജ് ഏരിയ എന്ന് സ്ട്രെച്ചസ് ഒന്നും എഴുതണ്ട. പ്ലെയിൻസ് ആർ ലാർജ് ഏരിയാസ് ദാറ്റ് ആർ ഫ്ലാറ്റ്. നീ ഇങ്ങനെ ഇരിക്കോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കോ. പ്ലെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ എങ്ങനെ ചെയ്യുന്നത്? PLAIN പ്ലെയിനാണ്. അപ്പോൾ ഇതിനകത്ത് ലാർജ് ഫ്ലാറ്റ് FLAT, ലാർജ് ഫ്ലാറ്റ് FLAT, ഫ്ലാറ്റ്. ഫാറ്റിന് നടുക്ക് എല്ലാം കൂടി ഇട്ടാൽ ഫ്ലാറ്റ് ആവും. ലാർജ് ഫ്ലാറ്റ് ഏരിയാസ് എഴുതിയാൽ മതി, വേറൊന്നും എഴുതണ്ട. ലാർജ് ഫ്ലാറ്റ് ഏരിയാസ്. ഓക്കെ. ഇനി ചിലപ്പോൾ ചോദിക്കും ഹൗ ആർ പ്ലെയിൻസ് ഫോംഡ് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ എഴുതുവാണെങ്കിൽ എഴുതേണ്ടത് ദേ ആർ ഫോംഡ് ഫ്രം ദി ഫ്ലോയിങ് ലാവ. ലാവ എന്താണ്? അപ്പോൾ മോൾട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ വോൾക്കാനോട് അകത്തുനിന്ന് വരുന്ന സാധനം. അങ്ങനെ ക്വസ്റ്റ്യനിൽ ചോദിക്കുവാണ് വോൾക്കാനോട് അകത്തുനിന്ന് എന്താ വരണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് നമ്മുടെ ഇതാണ് വോൾക്കാനോയുടെ സ്പെല്ലിംഗ്. വോൾക്കാനോട് അകത്ത് എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ പറയണം ലാവ, LAVA. മറക്കല്ലേ, അത് ലാവയാണ്. പ്ലെയിൻ എന്ന് ചോദിച്ചാൽ നീ അത്രയും മാത്രം എഴുതിയാൽ മതി. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഫ്ലാറ്റ് ഏരിയാസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ലാവയിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അത് ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതി. ഇനി അടുത്തത് കോസ്റ്റ് എന്തായാലും ചോദിക്കാം. നമ്മളുടെ ഇതില്ലേ, നമ്മൾ ബീച്ചിൽ പോകത്തില്ലേ, അപ്പോൾ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് സീ ഉണ്ട്, ഇപ്പുറത്ത് നമുക്ക് ലാൻഡ് അല്ലേ. ആ ലാൻഡ് ഏരിയ നിയർ ദ സീ ആർ കോൾഡ് ദി കോസ്റ്റ്. നമ്മൾ ബീച്ചിനൊക്കെ നമ്മൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. കോസ്റ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? COAST. നമ്മുടെ കോട്ടിൻ്റെ സ്പെല്ലിംഗ് COT ആയിരുന്നില്ലേ, അതിന് നടുക്കാണെങ്കിൽ ASും കൂടെ ഇടണം. അപ്പോൾ COAST കോസ്റ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ടീച്ചർ ചോദിക്കട്ടോ. അതെന്താ ചെയ്തേണ്ടത്? ദ ലാൻഡ് നിയർ ടു ദ സീ. നമ്മുടെ സീയുടെ തൊട്ടടുത്തുള്ള ലാൻഡിനാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. COAST. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോസ്റ്റൽ പ്ലെയിൻ ആണ്. അപ്പോൾ ചിലപ്പോൾ കോസ്റ്റൽ പ്ലെയിൻ എന്ന് ചോദിച്ചാലും അത് തന്നെ എഴുതേണ്ടത്. നമുക്ക് ഫ്ലാറ്റ് ഏരിയ ആണെങ്കിൽ ഇവിടെ നമുക്ക് മരങ്ങളും പുങ്ങിയൊക്കെ ഇരിക്കുന്നത്, അതിന് പകരം ഫ്ലാറ്റായിട്ടാണ് നമ്മളുടെ ലാൻഡ് നിയർ ദ സീ ഇരിക്കണമെങ്കിൽ അതിനെ പറയുന്നതാണ് കോസ്റ്റൽ പ്ലെയിൻസ് എന്നുള്ളത്. അപ്പോൾ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? കോസ്റ്റിൻ്റെ സ്പെല്ലിംഗ് എഴുതിയില്ലേ? COAST നമ്മൾ എഴുതിയില്ലേ? COAST. കോസ്റ്റൽ എഴുതുമ്പോൾ ALും കൂടി ഇട്ടാൽ മതി. കോസ്റ്റൽ പ്ലെയിൻസ് നേരത്തെ പറഞ്ഞ PLAINS. കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് വെച്ചാൽ എന്താ? ദ ഫ്ലാറ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് നിയർ ടു ദ സീ. അപ്പം ദ ലാൻഡ് നിയർ ടു ദ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റായിട്ട് എഴുതണം. ദ ലാൻഡ് നിയർ ടു ദ സീ എന്ന് എഴുതിയാൽ കോസ്റ്റായിട്ട് എഴുതണം. പിന്നെ ദ ഫ്ലാറ്റ് ഏരിയാസ് നിയർ ടു ദ ഫ്ലാറ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് നിയർ ടു ദ സീ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റൽ എന്ന് എഴുതണം. ഓക്കെ. കോസ്റ്റൽ പ്ലെയിൻ എന്ന് എഴുതണം. പിന്നെ നമുക്ക് ഡെസേർട്ട് ഉണ്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസേർട്ടിൽ നമുക്കാണെങ്കിൽ മഴയൊന്നും അത്രയ്ക്കും പെയ്യത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് ചെടി മാത്രമേ വളരത്തുള്ളൂ, കുറച്ച് മരങ്ങൾ മാത്രമേ വളരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ഡെസേർട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതുന്നതെന്ന് അറിയാമോ? ഡെസേർട്ട്സ് ആർ ദോസ് ഏരിയാസ് ഓഫ് ലാൻഡ് വിച്ച് റിസീവ് വെരി ലിറ്റിൽ റെയിൻ. കുറച്ച് റെയിനേ കിട്ടത്തുള്ളൂ. ഡെസേർട്ട്സ് ആർ ദോസ് ഏരിയാസ് ഓഫ് ലാൻഡ് വിച്ച് റിസീവ് RECEIVE which receive very little rain and very few plants and trees grow. അപ്പം ഡെസേർട്ട്സ് റിസീവ് എന്ന സ്പെല്ലിംഗ് മറന്നു പോയിട്ട് ഗെറ്റ് എന്ന് എഴുതിയാൽ മതി. GET ഇല്ലേ. ഡെസേർട്ട്സ് ആർ ദോസ് ഏരിയാസ് ഓഫ് ലാൻഡ് വിച്ച് ഗെറ്റ്. ഇതിന് പകരം GET ഗെറ്റ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്നാലും തെറ്റത്തില്ല. ഗെറ്റ് വെരി ലിറ്റിൽ റെയിൻ, കുറച്ച് റെയിൻ. LITTLE ലിറ്റിൽ മറക്കല്ലേ.
ലിറ്റിൽ എന്ന് പറഞ്ഞാൽ LITTLE. വെരി ലെസ് റെയിൻ എഴുതിയാലും കുഴപ്പമില്ല, LESS. വെരി ലെസ് റെയിൻ ആൻഡ് വെരി ഫ്യൂ പ്ലാന്റ്സ് ഓർ ട്രീസ് ഗ്രോ ഓവർ ദർ. ഓക്കെ. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഹോട്ടും ആയിരിക്കും ഡ്രൈയും ആയിരിക്കും. ഹോട്ട് ആൻഡ് ഡ്രൈ ആയിരിക്കും പൊതുവേ ഡെസേർട്ട്സ്. അപ്പോൾ നമുക്ക് ഹോട്ട് ഡെസേർട്ട് മാത്രമല്ല കോൾഡ് ഡെസേർട്ട് ഉണ്ട്. കോൾഡ് ഡെസേർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുൾ ഇയർ സ്നോ മാത്രം വീണുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ കോൾഡ് ഡെസേർട്ട്സ് എന്ന് പറയുന്നത്. അവിടെയും കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നോക്കിയാൽ ഡെസേർട്ട്സ് ക്യാൻ ഓൾസോ ബി കോൾഡ്. കോൾഡ് ഡെസേർട്ട്സ് ആർ കവേർഡ് ബൈ സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. വെരി ലിറ്റിൽ ഓർ നോ പ്ലാന്റ്സ് ഗ്രോ ദർ. അവിടെ കുറച്ച് പ്ലാന്റ്സ് ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡെസേർട്ടിൻ്റെ സ്പെല്ലിംഗ് അറിയാമോ? ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DE സർ SERT. ഡെസേർട്ട് DESERT. ഡേ DE സർ SERT. ഡെസേർട്ട്സ് DESERT. ഇനി സിയും ഓഷ്യൻസ് ഞാൻ എന്താ പറഞ്ഞത്? ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദ ലാർജർ ഏരിയാസ് covered by water. The large areas covered by water on the earth's surface are called oceans. Oceans spelling തെറ്റിക്കല്ലേ? Oceans. പിന്നെ the smaller areas on the earth's surface covered by water. ഇത് large area ആണ് covered by water. ഇത് small area on the earth's surface covered by water. അത് ഞാൻ സി എന്ന് പറയുന്നത്. സിയുടെ സ്പെല്ലിംഗ് അറിയാലോ? SEAS. സി എന്ന് പറയുമ്പോൾ SEAS. സി എന്ന് പറയുമ്പോൾ SEAS. അപ്പോൾ സിയുടെ സ്പെല്ലിംഗ് അറിയാലോ? ഓഷ്യൻസിൻ്റെ സ്പെല്ലിംഗ് ഏതായാലും എളുപ്പമാണ്. ഈ SEAക്ക് പകരം CEA ഇടും. ഓക്കെ. SEAക്ക് പകരം CEA ഇടും. അതിൻ്റെ ഫ്രണ്ടിൽ O ഇടും, പിന്നെ NS ഇടും. അപ്പോൾ ഓഷ്യൻസ് ഇടും. OCEANS. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചില്ല ആൻസർ എന്ന് പറയാൻ വേണ്ടി ANS നമ്മൾ എഴുതും. ANS. പിന്നെ ഫ്രണ്ടിൽ ഐസ് പോലെ എഴുതുക. ഓഷ്യൻസ് ആണ്. അപ്പോൾ ഐ വെട്ടിയിട്ട് O ആക്കുക. അപ്പം OCEANS അതായിരിക്കും ഓഷ്യൻസ്. പിന്നെ നമുക്ക് 5 ഓഷ്യൻസ് ഉണ്ട്. പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, അത് ഇന്ത്യൻ ഓഷ്യൻ. അതിൽ പസഫിക് ഓഷ്യനാണ് ലാർജസ്റ്റ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പെനിൻസുലയും ഇതുമാണ്. പെനിൻസുലയും ഐലൻഡുമാണ്. അപ്പം നമ്മളുടെ സീക്ക് താഴെ നേരത്തെ പറഞ്ഞതുപോലത്തെ മൗണ്ടനും വാലിയും പ്ലെയിനും ഈ പ്ലാറ്റോ എല്ലാം ഉണ്ടാവും ഈ സീയുടെ താഴെയായിട്ട്. ചിലപ്പം ചില ഏരിയയിൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ഈ ഹില്ലിൻ്റെ മേൽഭാഗം പുറത്തോട്ടേക്ക് വന്നിരുന്നു. ഈ താഴത്തെ ഒരു സീയിലുള്ള മൗണ്ടൻ ഇല്ലേ, അതിൻ്റെ മുകളിലത്തെ പീക്ക് ഭാഗം പുറത്തോട്ടേക്ക് വെള്ളത്തിൻ്റെ മേളിൽ വന്ന് നിന്ന്. അപ്പോൾ അതെന്താണ്? ഇതിനാണ് ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് മൗണ്ടൻ്റെ ടോപ്പിലാണ് ഈ ഇങ്ങനെ ഐലൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ the top of some underwater mountains rise above the water and becomes called island. ഐലൻഡ് പ്രത്യേകത എന്ന് വെച്ചാൽ those are land areas which is covered by water. അതിന് ചുറ്റും സറൗണ്ടഡ് ബൈ വാട്ടർ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് നമ്മുടെ ഐലൻഡ് എന്ന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മൗണ്ടൻസ്, വാലീസ്, പ്ലെയിൻസ് ആൻഡ് പ്ലാറ്റോസ് ആർ ഓൾസോ there under the sea. The mountain, valley, plain, പിന്നെ പ്ലാറ്റോ ആർ there under the sea. പിന്നെ അത് പൊങ്ങി മേലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് ഐലൻഡ്. ഐലൻഡിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ലാൻഡ് അറിയാലോ? LAND. ലാൻഡ്. അതിൻ്റെ ഫ്രണ്ടിൽ ഇസ്സും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഐലൻഡോ ISLAND. തെറ്റിക്കല്ലേ? ഐലൻഡ്. പിന്നെന്താ? അപ്പോൾ ഐലൻഡ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. ഐലൻഡ് ഈസ് എ ലാൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ വാട്ടർ. അപ്പോൾ കംപ്ലീറ്റ്ലി ഏതെങ്കിലും കുഴപ്പമില്ല. ആൻഡ് ഐലൻഡ് ഈസ് എ ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ. അങ്ങനെ അത്രയെങ്കിലും എഴുതണം കേട്ടോ. അപ്പോൾ എന്താണ് ഐലൻഡ്? നമ്മൾ എഴുതാൻ പറഞ്ഞത് ഇസ് എഴുതിയിട്ട് അതിൻ്റെ കഴിഞ്ഞിട്ട് ലാൻഡ് എഴുതണം. അപ്പോൾ അതെന്താണ്? ലാൻഡ് സറൗണ്ടഡ് SUR. പിന്നെ റൗണ്ട് ROUND. റൗണ്ട് അറിയാം. ഫ്രണ്ടിൽ SUR ഇടുക, പിന്നെ EDയും കൂടി ഇടുക. SUR ഫ്രണ്ടിലിടുക, റൗണ്ട് ചെയ്തുക, EDയും കൂടി ഇടുക. സറൗണ്ടഡ് ബൈ വാട്ടർ. ദ ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടറിനാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു സാധനം കൂടി ഉണ്ട്, പെനിൻസുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് പെനിൻസുല എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഇവിടെ ഈ ലാൻഡിൽ ഇത് നമ്മൾ ഇന്ത്യയാണ്, ഇന്ത്യയുടെ സൗത്ത് പാർട്ടാണ് ഇത്, ഇന്ത്യയുടെ സൗത്ത് SOUTH സൗത്ത് പാർട്ടാണ് ഈ പാർട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സിൽ നമുക്ക് വാട്ടറുണ്ട്. ഇവിടെ 3 സൈഡ്സിൽ 1 2 3 സൈഡ്സിൽ നമുക്ക് വാട്ടറുണ്ട്. അപ്പോൾ പെനിൻസുല എന്ന് വെച്ചാൽ എന്താണ്? ആ പെനിൻസുല ഈസ് എ ലാൻഡ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ 3 സൈഡ്സ്. മറ്റ് ഐലൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ചുറ്റും വാട്ടറാണ്. ഓക്കെ, എല്ലായിടത്തും ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അവിടെ വാട്ടറാണ്, ഇതിന് ചുറ്റും വാട്ടറാണ് ഐലൻഡ് എന്ന് വെച്ചാൽ. പക്ഷേ പെനിൻസുല എന്ന് പറയുമ്പോഴത്തേക്ക് 3 പോർഷൻസിൽ മാത്രമേ അത് കവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പെനിൻസുല ആൻഡ് ഐലൻഡ് എന്ന് വെച്ചാൽ എന്താ പറയുക? ഐലൻഡ് ഈസ് എ ലാൻഡ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ. പെനിൻസുല എന്ന് പറയുമ്പോഴത്തേക്ക് only the land areas where the water is surrounded by only 3 sides, where the peninsula is a land that is surrounded by water on 3 sides. അതിനാണ് പെനിൻസുല എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പെനിൻസുല പറഞ്ഞു, ഐലൻഡ് പറഞ്ഞു, പിന്നെ ആർക്കിപെലാഗോ എന്നതുണ്ട്. ആർക്കിപെലാഗോ മിക്കവാറും ക്വസ്റ്റ്യനിൽ ടീച്ചർ പറയത്തില്ല, അത് ബ്രാക്കറ്റിൽ മിക്കവാറും കൊടുത്തതാണ്. അപ്പോൾ ആർക്കിപെലാഗോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ എ സീനെയാണ് നമ്മൾ ആർക്കിപെലാഗോ എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ദാറ്റ് ആർ ക്ലോസ് ടുഗെദർ ഇൻ ദ സീ. എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഇങ്ങനെ കുറേ ഐലൻഡ്സ് ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ അതിനെ ആർക്കിപെലാഗോ എന്ന് പറയും. പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് നമ്മൾ ഇന്ത്യയുടെ ആർക്കിപെലാഗോ. നമ്മൾ ഇന്ത്യയിൽ കുറേ ഇങ്ങനത്തെ കുറേ കുട്ടി കുട്ടി ഐലൻഡ്സ് ഉണ്ട് ഒരുമിച്ചിരിക്കുന്നത്, അതിനെ പറയുന്നതാണ് ആർക്കിപെലാഗോ. ഓക്കെ, അപ്പോൾ എന്തായാലും പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം നിങ്ങൾ രണ്ടുപേരും. നാളെ ഫുൾ മാർക്ക് വാങ്ങണേ. ഓൾ ദി ബെസ്റ്റ്.